ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മോറം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരുപാട് പേര് മധ്യസ്ഥ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. നേരിട്ടും ഫോണിലൂടെയും അല്ലാതെയും. ചില ആൾക്കാർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. വാട്സപ്പ് മെസ്സേജ് 100 കണക്കിന്. ഒരു സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ ഈ ദിവസങ്ങളൊക്കെ പല യാത്രകൾ ഇതുമാത്രം മനുഷ്യരാണ്. ശംഖ് നുറവൊളിച്ച്, കരഞ്ഞ് നുറവൊളിച്ച്, വേദനിച്ച്. അപ്പോൾ അവരെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് കർത്താവ് നടത്തി കൊടുക്കണം. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അച്ഛനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈശോ നടത്തി കൊടുക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങളും കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു നന്മ ചില കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഈ ആഗ്രഹം ഒരു കെണിയാകും എന്നതിനെക്കുറിച്ചാണ്. ചില ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കെണിയായിട്ട് തീരാൻ സാധ്യതയുണ്ട്. 1 സാമുവേൽ 8:20 ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. ഇതിന് സമാനമായൊരു വചനം നമ്മൾ ഇതിന് നേരത്തെ ഒരു ദിവസം എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? 1 സാമുവേൽ 8:20 പറയുന്നത്. അപ്പോൾ സാമുവേൽ ചാപ്റ്റർ 8:20 ഞങ്ങൾക്കും മറ്റു ജനതകളെ പോലെ ആകണം. ദൈവജനം പറയുകയാണ്, ഇസ്രായേൽ ജനം പറയുകയാണ് സാമുവേലിനോട് പറയുന്നത് ദൈവത്തോട് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, പറയുന്നത് സാമുവേലിനോട്, കൊള്ളുന്നത് ദൈവത്തിനെന്ന് പറഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് മറ്റ് ജനതകളെ പോലെയാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മറ്റു ജനതകളെ പോലെ ആയി തീരാനുള്ളൊരു ടെൻഡൻസി കിടക്കുകയാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം എന്താ? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനം. റോമ 13 റോമായിൽ ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ലോകത്തിന് റോമ 12 അവിടെ എല്ലാ വചന ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ഏശയ്യ 8 അതേപോലെ വചനം കിടക്കുന്നുണ്ട്. ഈ ലോകം സഖ്യമെന്ന് നിങ്ങൾ സഖ്യമായിട്ട് കരുതരുത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ അവരുടെ ഡ്രസ്സ് പോലെ ഇവരുടെ ഡ്രസ്സ് പോലെ അല്ലെങ്കിൽ അവർക്കുള്ളതുപോലെ ഞങ്ങൾക്ക് വേണം. വേറെ ഒരു റീസണും ഇല്ല. ചില പിള്ളേർ അഡ്മിഷൻ എടുത്ത് പോകുന്നത് അവരാ കോളേജിൽ, അതുകൊണ്ട് ഞാനും. അപ്പം മറ്റുള്ളവരെ പോലെ മറ്റു ജനതകളെ പോലെ പൗലോസ്ലീഹ പറയുന്നത് എന്താ അല്ലേ? ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് നമ്മളെ മാറ്റും. ഈശോ പറയും, നിങ്ങളെ പൗലോസ്ലീഹ പറയും, നീ ഈശോ പറയുക, നീ ഞങ്ങൾ എന്നെ അനുകരിക്കുവേ. അപ്പോൾ ഈശോ അനുകരിക്കുന്നതായിട്ടാണ് നമ്മൾ സത്യത്തിൽ മാത്രം പറയുന്നത്. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റു ജനതകൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ പോയത് കൊണ്ടാണ് ഇസ്രായേൽ ജനത പഴയ നിയമത്തിൽ ഒരുപാട് തകർച്ചയും അവരൊരുപാട് പ്രമാണ ലംഘനം വരാനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്ന് അനുകരിച്ച് പോയി അവസാനത്തെ 1-ാം പ്രമാണ ലംഘനത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കാൻ സാധ്യതകളുണ്ട് താൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു ചോസൺ റൈസാണ്. വേർതിരിക്കപ്പെട്ടവരാണ്, മാറ്റി നിർത്തപ്പെട്ടവരാണ്. മറ്റു ജനതകളെ പോയി ആയി തീരേണ്ടവരല്ല, നമ്മളെപ്പോലെ മറ്റു ജനതകളായി തീരുകയാണ് വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് സഹനമുണ്ട്, വേദനയുണ്ട്, കഷ്ടപ്പാടുണ്ട്, ഞെരുക്കമുണ്ട്. അല്ലാതെ എല്ലാം ഈസി ആയിരിക്കുന്ന ഒരവസ്ഥയല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിൽ എന്താ പീഡാസഹനമുണ്ട്, ഉത്ഥാനമുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു ചിന്ത ശക്തമായിട്ട് മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. മറ്റ് കാര്യങ്ങൾ ജനതകളെ പോലെ മറ്റു കാര്യങ്ങൾ ആയിത്തീരാൻ ടെൻഡൻസി വരുമ്പോൾ ഈ വചനം നിങ്ങൾക്കൊരു ബ്ലോക്കായി നിൽക്കട്ടെ കേട്ടോ. കർത്താവ് പ്രത്യേകം ചില വചനം നമ്മൾക്ക് ഒരു ബ്ലോക്ക് ചെയ്യും. സോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് ദൈവമേ, കുടുംബങ്ങളെ, വ്യക്തികളെല്ലാം പ്രത്യേകം ആശീർവദിക്കുകയാണ്. എല്ലാ പൈശാച ശക്തികളെയും അന്ധകാര ശത്രു ഉപദ്രവങ്ങളെയും ശല്യങ്ങളെയും ബാധകളെയും ഭൂതങ്ങളെയും തടസ്സങ്ങളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായും. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ കൃപയും നിങ്ങളുടെ മേൽ വന്ന് നിരട്ടെ. കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ച എല്ലാവരുടെ നിയോഗങ്ങളെ മനസ്സറിഞ്ഞ് ആശീർവദിക്കുന്ന കർത്താവ് നടക്കട്ടെ. കർത്താവ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ വിട്ടുപോട്ടെ, ദൈവകൃപയുണ്ടാകട്ടെ. എൻ്റെ മറ്റു ജനതകളെ പോയി ആരൊക്കെ തീരാനുള്ള ടെൻഡൻസി വിട്ടുമാറരുത്. ഈശോയെ പോലെ ആയിത്തീരാൻ കൃപ ലഭിക്കട്ടെ. അപ്പസ്തോലന്മാരെ അനുകരിക്കാൻ കൃപ ലഭിക്കട്ടെ. വിശുദ്ധരെ അനുകരിക്കാൻ കൃപ ലഭിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.